ഇന്നൊരു കൊഞ്ച് തീയൽ തയ്യാറാക്കാം. കഴുകി വൃത്തിയാക്കിയ കൊഞ്ചിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം മുളക് പൊടിയും ചേർത്ത് നന്നായി പുരട്ടി വയ്ക്കുക. അതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഉരുളൻകിഴങ്ങ്, തേങ്ങാക്കൊത്ത്, തക്കാളി എന്നിവ അരിഞ്ഞു വെച്ച ശേഷം ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് 2 ഉലുവയിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഇളക്കി പച്ചമുളകും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇളക്കുക. ഉരുളൻകിഴങ്ങും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം അല്പം ഉപ്പുപൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ചെറിയ തീയിൽ അടച്ച് വെച്ച് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2.5 സ്പൂൺ മുളക് പൊടിയും 2.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് ഇളക്കി എല്ലാ വശവും അരപ്പ് പിടിക്കത്തക്കവണ്ണം നന്നായി ഇളക്കി യോജിപ്പിച്ച് തക്കാളി അതിലേക്ക് ചേർത്ത് അടച്ച് വയ്ക്കുക. ആവിയിൽ അല്പം ഇത് വെന്ത് വരുമ്പോഴേക്കും നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. വെന്ത് വരുമ്പോൾ അതിലേക്ക് അല്പം ജീരകപ്പൊടിയും കറിമസാലയും ചേർത്ത് നന്നായി ഇളക്കി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. അടച്ച് വെച്ച് ചെറിയ തിള വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കറി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഇനി നല്ല വെന്ത കപ്പയും അതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് കറിയും അല്പം സലാഡും ചേർത്ത് നമുക്കിത് കഴിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും തയ്യാറാക്കി നോക്കാനും മറക്കണ്ട.